ഒരു മെഴുകുതിരി എരിഞ്ഞു തീരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കത്തിജ്വലിച്ച് ഓരോ നിമിഷവും പ്രകാശം പരത്തുമ്പോൾ അത് സ്വയം ഉരുകിയൊടുങ്ങുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ തന്നെയാണ് ഒരു അധ്യാപകൻ്റെ ജീവിതം. ഇന്നത്തെ അധ്യാപകരുടെ വേദനകളും വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അധ്യാപകർ വഴിവിളക്കുകളാണെന്ന് അന്നും ഇന്നും എല്ലാവരും ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. അന്ന് എൻ്റെ അധ്യാപകൻ തന്ന തല്ലാണ് ഇന്നത്തെ എന്നെ ഞാനാക്കിയത് എന്നിന്നും പറയുന്നൊരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ പറയുന്ന ഒരാളുടെ മനസ്സിൽ പോലും ആ അധ്യാപകർക്കെതിരെ വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല. ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് സ്കെയിൽ കൊണ്ട് തല്ലി വേദനിപ്പിക്കുന്ന കാലഘട്ടത്തിലായിരുന്നില്ല അവരൊക്കെ പഠിച്ചത് എന്നോർക്കണം. എന്നിട്ടും അവരെന്താ അങ്ങനെ പറയുന്നു? കാരണം ഒന്നേ ഉള്ളൂ, ഒരു ചെറിയ തെറ്റിന് പോലും ലഭിച്ചിരുന്ന ശിക്ഷ അവരെ തെറ്റുകളിൽ നിന്നും അവ മൂലം ലഭിക്കാവുന്ന ശിക്ഷകളിൽ നിന്നും അകറ്റി നിർത്തി. അത്ര തന്നെ. ചില ബുദ്ധിരാക്ഷസന്മാർ വന്ന് പറയും, കുട്ടികളെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് നടത്തണമെന്ന്. അധ്യാപകർ കുറച്ച് സ്നേഹിച്ചാൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അളിയാ അല്ലെങ്കിൽ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ വീടും സാധനങ്ങളും പോട്ടെ വീട്ടുകാരെ വരെ തല്ലുന്ന, കളിസ്ഥലത്തെ വഴക്കിൻ്റെ പേരിൽ സ്വന്തം കൂട്ടുകാരനെ കൊന്നുകുഴിച്ചു മൂടുന്ന കുട്ടികൾ വരെയുള്ള ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അധ്യാപകർ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ട്. മറ്റൊരു ജോലിയും പോലെയല്ല അധ്യാപക ജോലി. നഴ്സാവട്ടെ, ഡോക്ടറാവട്ടെ, എൻജിനീയർ ആവട്ടെ, ഡ്രൈവർ ആവട്ടെ, പോട്ടെ കൂലിപ്പണിക്കാരൻ വരെ ആവട്ടെ, അവർക്കൊക്കെ അവരുടെ ജോലിയുടെ സമയം അവസാനിച്ചാൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റും. പക്ഷേ ഒരു അധ്യാപകൻ തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവനൊപ്പം അവൻ്റെ ജോലിയും വീട്ടിലെത്തും. ഓരോ ദിവസവും ഒരു പുതിയ വെല്ലുവിളിയാകും കാത്തിരിക്കുക. അധ്യാപകരും മനുഷ്യരാണ്. അവർ മാർക്കിടുന്ന യന്ത്രങ്ങളല്ല, ആർക്കും തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടവുമല്ല. അവരെ നിങ്ങൾ വെറും യന്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമാക്കി മാറ്റിയാൽ നാളെ നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ മക്കളെ ഓർത്ത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.